റഷ്യയുടെ പ്രദേശങ്ങളിൽ പ്രധാനമായും മോസ്കോ ലക്ഷ്യം വെച്ച് ഉക്രൈൻ 20-ാം തീയതി രാത്രി വലിയൊരു ഡ്രോൺ അറ്റാക്ക് നടത്തി. 45-ൽ കൂടുതൽ ഡ്രോൺസ് അകത്തേക്ക് അയച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു. അവയെല്ലാം ഞങ്ങൾ ബെൽഗ്രോഡ് റീജിയനിലും കേഴ്സ് ഭാഗങ്ങളിലും മറ്റ് പല പ്രദേശങ്ങളിലും വെച്ച് വെടിവെച്ച് വീഴ്ത്തി. കൂടാതെ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും വളരെ കുറഞ്ഞ ദൂരത്തിൽ 40 കിലോമീറ്ററിനുള്ളിൽ വെച്ച് തന്നെ 11-ൽ കൂടുതൽ ഡ്രോൺസിനെ നശിപ്പിച്ചുവെന്ന് റഷ്യയുടെ ക്രെംലിൻ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് നൽകി. ഇതുവരെയും റഷ്യയിൽ ഉക്രൈൻ നടത്തിയ ആക്രമണത്തിൽ ഡ്രോൺ ആക്രമണത്തെ പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും മോശമായ ഒരു ആക്രമണമെന്ന് എല്ലാ മാധ്യമങ്ങളും ഒരു ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നു. ഇതേസമയം ഇറാൻ പുതുതായി ഒരു നോട്ടം കെടുത്തിട്ടുണ്ട്. ഈസ്റ്റേൺ ഭാഗങ്ങളിൽ 24 മണിക്കൂറിൽ ആരും പറക്കാൻ പാടില്ല. ഞങ്ങളുടെ എയർ സ്പേസിൽ നിങ്ങൾക്ക് പറക്കാനുള്ള നിരോധനം ഞങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഗൗരവമായി ഇതിനെ കാണണമെന്ന് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂർ എന്നത് വളരെ പ്രധാനപ്പെട്ടതായി കാണുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യത ഒരുപാടുള്ളതായി IRGC ഒരു ക്ലൂ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയാം. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എന്നത് ദിവസം കഴിയും തോറും തീവ്രമാകാൻ തുടങ്ങിയിട്ടുണ്ട്. കേഴ്സ് പ്രദേശത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി ഉക്രൈന്റെ ഡോൺബോസ് റീജിയണിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പ്രധാനമായും ഡൊണറ്റ്സ്കിലെ മറ്റൊരു പ്രദേശം റഷ്യ പിടിച്ചെടുക്കാൻ പോകുന്നുവെന്നുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഒരു യുദ്ധക്കളത്തെ സംബന്ധിച്ച് ഇത് ഇങ്ങനെയായിരിക്കും പോവുക, ഇവർ ഇങ്ങനെയായിരിക്കും ചെയ്യുക എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതും ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്നത് ഊഹിച്ചെടുക്കാൻ പോലും സാധിക്കില്ല. കാരണം എല്ലാ തന്ത്രങ്ങളും വരാൻ പോകുന്ന കാലങ്ങളിൽ മാറുകയാണ്. അതിന് നല്ല ഉദാഹരണമായി റഷ്യ ഉക്രൈൻ യുദ്ധത്തെ പറയാം. ഇത് ഡ്രോണുകൾ തമ്മിലുള്ള യുദ്ധം എന്നതിനപ്പുറം സ്ട്രാറ്റജിക്കലായി അത് ആരാണ് ഉപയോഗിക്കുന്നത്, അത് ഡ്രോൺസ് ആയാലും മിസൈൽസ് ആയാലും അതിനെ കൂടുതൽ കൃത്യതയോടുകൂടി ആരുപയോഗിക്കുന്നു, ഏത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് യുദ്ധത്തിന്റെ വഴിത്തിരിവ് തന്നെ സംഭവിക്കുന്നത്. ഇപ്പോ റഷ്യയുടെ ഇസ്കാന്ദർ മിസൈൽസ് ഉപയോഗിച്ച് ഉക്രൈന് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഉക്രൈന്റെ ഡ്രോണുകളും റഷ്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്. റഷ്യ പോലുള്ള ഒരു നാട്, ഭൂമിശാസ്ത്രപരമായി വളരെ വലിയ നാട്, എല്ലാ സ്ഥലങ്ങളെയും അവരെ കൊണ്ട് സംരക്ഷിക്കണം, അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും എയർ ഡിഫൻസ് സിസ്റ്റം നിർത്തിവെക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി നടക്കാത്ത കാര്യമാണ്. റേഡാർ ഉപയോഗിച്ച് ആ സ്ഥലങ്ങളെ നിരീക്ഷിക്കാം എന്നതല്ലാതെ മുഴുവനായും ആ നാടിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒരു മിസൈൽ ഷീൽഡിനുള്ളിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ടെക്നോളജി ഉപയോഗിച്ച് സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. നിങ്ങളെ കൊണ്ട് സംരക്ഷിക്കാൻ സാധിക്കും, നിങ്ങളുടെ നാടിന്റെ അതിർത്തിയെ സംരക്ഷിക്കാൻ കഴിയും എന്നതല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ ചെറിയ രീതിയിലുള്ള ആക്രമണം പോലും നടക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഒരു ഷീൽഡ് ഓഫ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം, ഒരു സംരക്ഷണ വലയം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വാക്കുകളാൽ പറയാൻ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ പ്രാക്ടിക്കലി അതൊരിക്കലും സാധ്യമല്ല. അതേ അവസ്ഥയാണ് എല്ലാ നാടുകൾക്കും. ഇന്ത്യ ആയാലും അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഭൂപ്രദേശങ്ങളെല്ലാം സംരക്ഷിക്കാനും നിരീക്ഷിക്കാനും റേഡാറുകൾ നിർത്തിവെച്ചിരുന്നാലും അവരുടെ അതിർത്തികൾ വളരെ നീളമുള്ളതാണ്. പല 1000 കിലോമീറ്റർ അതിർത്തിയുള്ള നാടാണ്. എല്ലാ സ്ഥലങ്ങളിലും സെക്യൂരിറ്റി ടൈറ്റ് ചെയ്ത് എയർ ഡിഫൻസ് സിസ്റ്റം നിർത്തിവെച്ച് റഷ്യയെ കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ ഉക്രൈൻ ഒരു മിസൈൽ ഉപയോഗിച്ച് റഷ്യ ആക്രമിക്കുമ്പോൾ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് റഷ്യ മാത്രമല്ല, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മിസൈൽ ആക്രമണം നടത്തുമ്പോൾ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത 90 മുതൽ 95% വരെ ഉണ്ട്, ഒരു പ്രോപ്പറായ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ. എന്നാൽ അത് തന്നെ ഡ്രോണുകളെയാണ് അകത്തേക്ക് അയക്കുന്നതെങ്കിൽ, ഒരു ഹൈടെക് ഡ്രോൺ അല്ലാതെ സാധാരണ ഒരു എക്സ്പ്ലോസീവ് കൊണ്ടുപോയി കൂടുതൽ നഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള DOI ഡ്രോൺസ് എന്ന് പറയും, അങ്ങനെയുള്ള ഡ്രോൺസ് അല്ലെങ്കിൽ ചില മിലിറ്ററി ഡ്രോൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത എത്രയാണെന്ന് അറിയാമോ? വെറും 55 മുതൽ 70% വരെ മാത്രമാണ്. അതാണ് കൂടുതൽ ഇന്റർസെപ്ഷൻ റേറ്റിംഗ്. അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ വളരെ കുറഞ്ഞ വില കൊടുത്ത് വാങ്ങുന്ന ഡ്രോൺസ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വില കൊണ്ട് നിർമ്മിക്കുന്ന ഡ്രോണുകൾ അവയെ കൊണ്ട് കൂടുതൽ നഷ്ടം റഷ്യക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓയിൽ സംഭരണശാലകൾ നശിപ്പിക്കുക, അവരുടെ എയർബേസിനുള്ളിൽ പോയി ആക്രമിക്കുക, ഇങ്ങനെ ഡ്രോണുകളെ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ റഷ്യക്ക് ഒരുപാട് തകർച്ചയുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടെ ചൊവ്വാഴ്ച രാത്രി ഉക്രൈൻ ചെയ്തത് ഒരു 45 ഡ്രോൺസിനെ റഷ്യക്കുള്ളിലേക്ക് അയച്ചു. 4 റീജിയനെ അടിസ്ഥാനമാക്കി. അതിൽ മോസ്കോയും ഉണ്ട്. അവയെ എല്ലാം നശിപ്പിച്ചു എന്ന് ക്രെംലിൻ ഒരു കാര്യം പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ഉക്രൈൻ ഞങ്ങൾ ഡ്രോൺസ് ഉപയോഗിച്ച് റഷ്യ ആക്രമിച്ചു എന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പോ ക്രെംലിനിൽ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് 45 ഡ്രോൺസ് റഷ്യക്കുള്ളിലേക്ക് വന്നിട്ടുണ്ട്.
അതിൽ മോസ്കോ റീജിയണിൽ മാത്രം 11 ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്തു. മോസ്കോയ്ക്ക് അടുത്തുള്ള പൊഡോൾസ് എന്ന ഗ്രാമത്തിനടുത്ത് വീണ് പൊട്ടിത്തെറിച്ചു. ഇത് മോസ്കോയുടെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നിന്നും തലസ്ഥാനത്തിനും ഈ ഒരു ഗ്രാമത്തിനും ഇടയിൽ 38 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഈ ഒരു സ്ഥലത്ത് 3 ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്തതായി പറഞ്ഞു. ഇങ്ങനെ മൊത്തം മോസ്കോ റീജിയണിൽ മൊത്തം 11 ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്തു. കൂടാതെ ബെൽഗറോ റീജിയണിൽ 6 ഡ്രോൺസിനെ വെടിവെച്ച് വീഴ്ത്തി. ബ്രിയാൻസ് റീജിയണിൽ 23 ഡ്രോൺസ്, ബെൽഗറോ റീജിയണിൽ 6 ഡ്രോൺസ്, കലുഗ റീജിയണിൽ 3 ഡ്രോൺസ്, കേർസ്കിൽ 2 ഡ്രോൺസ്. ഇങ്ങനെ മൊത്തത്തിൽ ആ ഒറ്റ രാത്രിയിൽ ഉക്രൈന്റെ 45 ഡ്രോൺസിനെയും റഷ്യൻ ഭാഗങ്ങൾക്കുള്ളിൽ വെടിവെച്ച് വീഴ്ത്തിയതായി പറഞ്ഞു. ഇതിനിടയിൽ ഉക്രൈൻ ഔദ്യോഗികമായി ഒരു വിവരം നൽകി. റോസ്റ്റോണ്ടൻ ഭാഗത്ത് ഒരു S-300 റഷ്യയുടെ S-300നെ ഞങ്ങളുടെ ഡ്രോൺസ് ഉപയോഗിച്ച് നശിപ്പിച്ചു എന്ന് ഔദ്യോഗികമായ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡ്രോൺ ആക്രമണത്തിൽ 45 ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് റഷ്യ പറഞ്ഞാലും റഷ്യയുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആ സ്ഥലത്ത് ഉക്രൈൻ കാരണം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. S-300ന്റെ ഒരു ലോഞ്ചർ മുഴുവനായും ആ ഡ്രോൺ ആക്രമണത്തിൽ കത്തി നശിച്ചു. അപ്പോൾ റഷ്യ 45 ഡ്രോൺസിനെ വെടിവെച്ച് വീഴ്ത്തിയാലും മറ്റൊരു ഭാഗത്ത് ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയ്ക്കും ഒരു S-300ന്റെ ലോഞ്ചർ മുഴുവനായും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇനി നേരെ ഉക്രൈനുള്ളിലേക്ക് നോക്കാം. കാരണം കേഴ്സിലെ ബാറ്റിൽ ഹോൾഡ് ആയ ഒരു പൊസിഷനിലാണ്. ഉക്രൈനെ കൊണ്ട് ഫ്രണ്ടിലേക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല. റഷ്യയും അവരുടെ ഡിഫൻസീവ് ലൈൻ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർ ചോദിക്കാം, എന്താ ഉക്രൈനെ കൊണ്ട് മുന്നേറാൻ സാധിക്കാത്തത് എന്ന്. ഉക്രൈൻ ക്യാപ്ചർ ചെയ്ത ടെറിട്ടറി അവർ നിലനിർത്തണം, എങ്ങനെയെങ്കിലും അതിനെ ഹോൾഡ് ചെയ്യണം എന്നതിന് വേണ്ടി ആ സ്ഥലത്ത് ഒരുപാട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും റഷ്യൻ ടെറിട്ടറിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി പെനട്രേറ്റ് ചെയ്യുന്നത് മുഴുവനായും ഉക്രൈൻ സൈന്യം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും സാബ്രോസീഷ്യ, ഡോൺബോസ് റീജിയണിൽ റഷ്യയുടെ ആർട്ടിലറി ആക്രമണം വളരെ തീവ്രമായി തുടങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള ജനങ്ങളെല്ലാം പറയുന്നത് ഈ പ്രൊട്ടോസ് ഭാഗങ്ങളെ ചുറ്റി ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഓരോ മണിക്കൂറിലും 5-6 എക്സ്പ്ലോഷൻസ് എങ്കിലും ഞങ്ങൾക്ക് കേൾക്കാം. ഈ സ്ഥലങ്ങളിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇങ്ങനെ ഒരു മിസൈൽ പൊട്ടിത്തെറിക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ കൂടുതൽ ആർട്ടിലറി ശബ്ദത്തെയോ ഞങ്ങൾ കേട്ടിട്ടേയില്ല. കഴിഞ്ഞ 2 ആഴ്ചയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഈ സമയത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. വളരെ വേഗത്തിൽ ഇവിടെ യുദ്ധം തീവ്രമാകും. അതിനാൽ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം വിട്ട് പോവുക എന്നതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് അവിടെയുള്ള ജനങ്ങളും ഒരു കാര്യം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പോളണ്ടിലേക്കും ഉക്രൈനിലേക്കും ഒരു യാത്ര പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പോളണ്ട്, ഉക്രൈൻ, ഇന്ത്യ ഈ 3 നാടുകളും ചേർന്ന് ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉക്രൈനിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് പല നാടുകളുടെയും വിശ്വാസമാണ്. എന്നാൽ ഇതിൽ ഇൻഡയറക്റ്റായി ഇന്ത്യക്കുള്ള സാധ്യത മറ്റൊന്നാണ്. സമാധാനം കൊണ്ടുവന്നില്ലെങ്കിലും ഇന്ത്യയുടെ ഡിഫൻസിന് ഈ ഒരു സന്ദർശനം എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരുപാട് സ്റ്റീം എൻജിൻസ്, നമ്മുടെ കപ്പലുകൾക്ക് ആവശ്യമായ എൻജിൻസ് നമുക്ക് വീണ്ടും ഉക്രൈനിൽ നിന്നും വരേണ്ടതായിട്ടുണ്ട്. ആ ഡീൽ അവസാനിപ്പിക്കാൻ വേണ്ടിയും ഭാവിയിലേക്കായി ഒരുപാട് എൻജിൻസ് വാങ്ങാനും ഈ ഒരു യാത്ര അടിസ്ഥാനമായി മാറും. മറ്റൊരു ഭാഗത്ത് മിഡിൽ ഈസ്റ്റിൽ ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിന്റെ പ്രശ്നം വളരെ അധികമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏമൻ കടൽ ഭാഗത്ത് നിന്ന് 150 കിലോമീറ്റർ ദൂരത്തിൽ സൗത്ത് ഈസ്റ്റേൺ സൈഡിൽ ഒരു വാണിജ്യ കപ്പൽ ആക്രമിക്കപ്പെടുന്നു. തുടക്കത്തിൽ അതൊരു പൈററ്റ്സ് അറ്റാക്കായി പറഞ്ഞു. എന്നാൽ അൺനോൺ പ്രൊജക്ടൈൽസ് വഴി 3 തവണ ഈ കപ്പലിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഉടനെ ആ കപ്പൽ തീപിടിച്ചെരിയാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡർ ഒരു കാര്യം പറഞ്ഞു. അടുത്തിടെ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിൽ വളരെ വലിയൊരു ആക്രമണമാണ് ഇതെന്ന് പറഞ്ഞു. അതിനുള്ളിൽ ക്രൂ മെമ്പേഴ്സിനെയും പുറത്താക്കിയിട്ടുണ്ട്. ആ കപ്പൽ അവിടെ മുങ്ങിപ്പോവുകയാണെങ്കിൽ അടുത്ത് വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. കടലിന്റെ ബയോളജിക്കൽ സ്വഭാവം മാറ്റാനുള്ള ചില കാര്യങ്ങളും അവിടെ നടക്കും. കാരണം ഒരു കൊമേഴ്ഷ്യൽ ഷിപ്പിനെ ആക്രമിക്കുമ്പോൾ അതിലുള്ള ഫെർട്ടിലൈസ്, ഓയിൽ എല്ലാം കടലിലേക്ക് മുങ്ങുമ്പോൾ അവിടെയുള്ള പരിസ്ഥിതി, ആ ഒരു അന്തരീക്ഷം ഇവ മുഴുവനായും മാറുകയും ഒരു വലിയ ആപത്തിൽ കൊണ്ടുപോയി അവസാനിക്കുകയും ചെയ്യും. കാരണം അവിടെ ഹൂത്തികൾ ആക്രമിക്കുന്നു, വലിയ ആക്രമണം നടന്നു എന്നൊക്കെ നമ്മൾ എത്രത്തോളം പറഞ്ഞാലും ഒരു യുദ്ധക്കപ്പലിനെ ആക്രമിച്ച് അതവിടെ മുങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കാളും ഒരു കൊമേഴ്ഷ്യൽ ഷിപ്പ്, ഒരു വുഡ്സിനെ കൊണ്ടുപോകുന്ന കപ്പൽ അവിടെ മുങ്ങുകയാണെങ്കിൽ കൂടുതൽ നഷ്ടവും കൂടുതൽ ആപത്തും ആ കടലിനും കടലിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും ഉണ്ടാകും. കടലിന്റെ സ്വഭാവത്തെയും അത് നന്നായി തന്നെ ബാധിക്കും. മറുവശത്ത് ഹെസ്ബുള്ള കുറേയേറെ മിസൈലുകൾ നോർത്തേൺ ഭാഗങ്ങളിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്നലെ ഗോളൻ ഹൈറ്റ്സിനെ ലക്ഷ്യം വെച്ച് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 13 വീടുകൾ ഹിസ്ബുള്ള കാരണം ഒറ്റ ദിവസത്തിൽ നശിപ്പിക്കപ്പെട്ടു. ഹിസ്ബുള്ള ഈ ഒരു യുദ്ധത്തിൽ പിൻവാങ്ങുന്നതായി തോന്നുന്നേയില്ല.
ഇതിനിടയിൽ ഇറാൻ നൽകുന്ന നോട്ടമാണ് വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയത്. ഈസ്റ്റേൺ സൈഡിൽ 6-7 ഭാഗങ്ങൾ മുഴുവനായും ചേർത്ത് അവരുടെ ആ ഒരു എയർ സ്പേസിനെ അവർ അടച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ ഏതൊരു വിമാനമോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സും ആ റൂട്ടിലേക്ക് വരരുത്. ആ ഭാഗങ്ങളെ ചുറ്റി മിസൈൽസ് അയക്കാനുള്ള ചില പദ്ധതികളുണ്ട്. അതിനാൽ ഈ മുന്നറിയിപ്പ് എല്ലാവരും ഗൗരവമായി കണക്കാക്കുക. ഈ ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ വിമാനം അയക്കുന്നത് ഒഴിവാക്കുക എന്ന് ഒരു നോട്ടം നൽകിയിട്ടുണ്ട്. ഈ നോട്ടം നൽകിയിട്ടുള്ള അതേ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം ഒരു 16-17 സ്ഥലങ്ങളിൽ നിന്ന് മിസൈൽ ലോഞ്ചേഴ്സിനായിട്ടുള്ള അറിയിപ്പുകളും IRGC നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഹൂത്തികളുടെ ആക്രമണം, ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ബാരേജ് ഇവയെല്ലാം ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇറാന്റെ തിരിച്ചടി ഇസ്രായേലിനെതിരെ ഈ 24 മണിക്കൂറിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം പൊതുവെ ഇസ്രായേലിനെതിരെ ലോഞ്ച് ചെയ്യുന്ന മിസൈൽസ് ഒരു സ്ഥലത്ത് വെച്ചായിരിക്കില്ല ചെയ്യുന്നത്, ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് അവർ ചെയ്യും. ഇറാൻ എന്നത് ലാൻഡ് വൈസ് നോക്കിയാൽ ഒരു വലിയ നാടാണ്. അങ്ങനെയുള്ള നാട്ടിൽ നിന്നും ഒരുപാട് അണ്ടർഗ്രൗണ്ട് സൈലോസ്, ഒരുപാട് മലകൾക്കുള്ളിൽ മിസൈൽ സിറ്റീസ് പണിയുക, ഇങ്ങനെ അവരുടെ മിസൈലുകൾക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ പല സ്ഥലങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിലെ ശ്രദ്ധ തിരിക്കാനായി ഒരു സ്ഥലത്ത് നോട്ടം നൽകുന്നു. അവിടെ നിങ്ങൾ പറക്കരുത് എന്ന് പറയുകയും ഇസ്രായേൽ അവിടെ നിന്നും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരുപക്ഷെ സർപ്രൈസിംഗ് ആയി മറ്റൊരു ഭാഗത്ത് നിന്നും ആക്രമണം നടത്തുമോ എന്നുള്ള ഒരു സംശയവും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഹമാസിനെ സംബന്ധിച്ച് ഈ സീസ് ഫയർ ഡീലിന് ഒരിക്കലും ഇസ്രായേൽ സമ്മതിക്കില്ല. എന്തിന്? ട്രംപ് ഇലക്ഷൻ നിൽക്കുകയാണ്. അദ്ദേഹം കാരണം ഒരുപക്ഷെ ഇവിടെ ഒരു സീസ് ഫയർ ഡീൽ വരികയാണെങ്കിൽ അത് കമല ഹാരിസിന് ഫേവറായി അവസാനിക്കും. ഇത് കാരണമായി കാണിച്ച് കമല ഹാരിസ് അവിടെ വോട്ട് വാങ്ങുകയും ഇസ്രായേൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് പറയിപ്പിക്കുകയും അവിടെ ഒരു പൊളിറ്റിക്കൽ സീൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കമല ഹാരിസ് വിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട്. അതിനാൽ ട്രംപ് തന്നെ ഈ ഒരു സീസ് ഫയറിനെ മാറ്റിവെക്കാൻ പോകുന്നതായി ചില ഒഫീഷ്യൽസ് അമേരിക്കയിൽ നിന്നും പറയാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി, അത് ഏത് നാടായാലും അങ്ങനെ തന്നെയാണ്, അവരുടെ പേഴ്സണൽ രാഷ്ട്രീയത്തിന് വേണ്ടി ലോകത്തിൽ നടക്കുന്ന ഏതൊരു സംഭവത്തെ വേണമെങ്കിലും രാഷ്ട്രീയമായി മാറ്റുമെന്നുള്ളതിന് ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരു ഉദാഹരണമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ ഒരു സീസ് ഫയർ വന്നാൽ മാത്രമേ ഹോസ്റ്റേജസിനെ ജീവനോടുകൂടി തിരികെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. കാരണം ഈ ഹോസ്റ്റേജസ് അകത്തേക്ക് വന്നാൽ, ഇസ്രായേലിലേക്ക് വന്നാൽ മാത്രമേ അടുത്ത ഘട്ടമായി ഇസ്രായേൽ എന്ത് ചെയ്യുമെന്നുള്ളത് പറയാൻ സാധിക്കും. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിനെതിരെ പ്രൊട്ടസ്റ്റ് പല സ്ഥലങ്ങളിലും തീവ്രമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുടുംബത്തിലെ അംഗങ്ങളെ നഷ്ടപ്പെടുത്തിയവർ, ബന്ധുക്കളെ നഷ്ടപ്പെടുത്തിയവർ, ഇങ്ങനെ എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ ആദ്യം തിരികെ കൊണ്ടുവരിക, അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുക എന്ന് ഇസ്രായേലിനുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റേജസ് ഡീൽ ഇവിടെ അവസാനിക്കാതിരുന്നാൽ തീർച്ചയായും ഇസ്രായേലിന് ഭാവിയിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറും. എത്ര തന്നെ അവരുടെ സൈനിക നടപടി കൊണ്ട് ഈ ഗാസയെ മുഴുവനായും നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അവർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ആ നാടിനുള്ളിൽ ഉയരുന്നത് അവരെ കൊണ്ട് ഒരിക്കലും തടയാൻ സാധിക്കില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.